ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് PR കൊടുത്തു, അതുപോലെ തന്നെ അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു. ഏതായാലും അനുമോള് കപ്പടിച്ചു. അതിനൊന്നും ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടി നക്കണം എന്നല്ലാതെ വേറൊരു ചിന്തയുമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിലൊന്നും ഇടപെടാൻ കഴിയില്ല. ഏതായാലും ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത്. ഞാൻ പറയുന്നത് ഇതാണ്. അതായത് രേണു സുധി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട് നിങ്ങൾ എല്ലാവരും മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സ്ത്രീ എന്തോ ഒരു വീഡിയോ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കോലാഹലമായിരുന്നു. ഒരു 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇട്ടങ്ങ് പന്ത് തട്ടി കളിക്കുകയായിരുന്നു എല്ലാവരും ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അവർ ഏതോ ഒരു വീഡിയോ ഇട്ടതാണ്, ഞാൻ ഈ ആഴ്ച ഔട്ടാവുന്നു, ഞാൻ നോമിനേഷൻ ഉണ്ടെന്നോ അങ്ങനെ എന്തോ ലീക്കായ ഒരു വീഡിയോ. ആ വീഡിയോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവർക്കില്ലാതെ പ്രശ്നങ്ങളില്ല, അവർക്കില്ലാതെ പേരുകളില്ല, അവർക്കില്ലാതെ എന്താ പറയണ്ടേ എല്ലാ തലത്തിലും അവരെ വലിച്ചു കയറി ഒട്ടിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വലിച്ചു കയറി ഒട്ടിക്കേണ്ടത് ഈ PR-കളുടെ ഒരു അജണ്ടയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അവിടെ ഒരാൾ പോലും തലപൊക്കാൻ പാടില്ല. തലപൊക്കുന്നവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിരട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഔട്ടാക്കിയിട്ടുണ്ട്, അവരെ വോട്ട് ചെയ്ത് ഔട്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിട്ടാവുന്നിടത്ത് നോക്കി ഇവർ പണവും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മുതലാളിക്കും അറിയായിരുന്നു എന്ന് കേൾക്കുമ്പോഴേ പൊതുജനങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ പഹയം വോട്ട് ചെയ്യിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇത്രയും മണ്ടന്മാരായിരുന്നോ നമ്മുടെ പൊതുജനങ്ങളെ? നമ്മൾ വോട്ട് ചെയ്യുന്നവർ ഇത്രയും മണ്ടന്മാരായിരുന്നു? ആദ്യം തന്നെ പറയാലോ, പൈസ ഉള്ളവരെ ഇവിടെ ജയിക്കുള്ളൂ. അതായത് PR-ന്റെ ബലത്തിൽ മാത്രം ജയിക്കുന്നവർക്ക് ഞങ്ങൾ കപ്പ് കൊടുക്കത്തുള്ളൂ. ഇവിടെ അതിനുള്ള ആളെയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒരു പിന്നെന്താ പറയേണ്ട ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടെ കിടന്ന് കളിക്കണ്ട എന്നുള്ള തരത്തിൽ ഈ പിന്നെന്താ പറയുക PR ടീമുകൾ വന്നിട്ട് നമ്മുടെ ഈ എല്ലാവരുടെയും അതായത് രേണു സുധി എന്ന് പറയുന്ന ആ സ്ത്രീയെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ അങ്ങ് തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവരുടേതായ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുറകെ നടന്നിട്ട് ഓരോരോ മിനിറ്റിന് വീഡിയോ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ടൊന്നും ഇത് സാധിക്കത്തില്ല, അവരൊക്കെ അങ്ങനെയാണ്. അതുമാത്രവുമല്ല അവസാനത്തെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തലയിൽ പേനുണ്ട് എന്നുള്ളതാണ്. അതുപോലും ആരാ പറഞ്ഞത് നമുക്കറിയാം. അതായത് അവിടെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. തലയിൽ പേനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ വേറെ ഒരുത്തനാന്ന് പറഞ്ഞാൽ തൂറിക്കഴിഞ്ഞാൽ ചന്തി കഴുകത്തില്ല എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തു. പല്ല് തേക്കത്തില്ല അവനെ നാറുന്നു എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തു. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഒരാൾ ഈ സ്ത്രീയുടെ നേരെ ചൂണ്ടിയിട്ട് നിന്നെ നാറുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് പിന്നെ നിലനിൽപ്പ് പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഇത്രയും പ്രേക്ഷകരൊക്കെ കേൾക്കുമ്പോഴേ അയാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴേ തിരിഞ്ഞു നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ അന്ന് തീരുമായിരുന്നു. പക്ഷേ മാന്യത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ മാന്യത എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ട് മാത്രം ആ നെവിനെ പോലെയുള്ള ആൾക്കാർ ഒന്നും ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഞാൻ പറയുന്നത്. പേഴ്സണൽ അറ്റാക്ക് വരെ ചെയ്തിട്ടാണ് ഇവിടെ ഈ കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായത്. ആ കപ്പിന്റെ മുകളിൽ ഒരുപാട് കണ്ണീരുകൾ ഉണ്ടാകും. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, രേണു സുധി എന്നിട്ട വീഡിയോക്ക് അതായത് അവർക്ക് കിട്ടിയ സൈബർ അറ്റാക്കുകൾ, അവരെ ഇവിടുന്ന് തേച്ചൊട്ടിച്ചത്, അവരെ കുടുംബത്തെ വരെ പറഞ്ഞതിന് മാപ്പ് ചോദിക്കണം. അങ്ങനെയുള്ള വീഡിയോ ഇട്ടവര് അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വരെ മാപ്പ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അന്നത്തെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയോ അബദ്ധത്തിലിട്ടാണ്, അല്ലാതെ അവർക്ക് കപ്പടിക്കാനൊന്നുമില്ല. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR-കളുടെ കുരുപൊട്ടി. ഇനി രേണു സുധി അങ്ങേറ്റം വലുതായി പോകുമോ, രേണു സുധി അങ്ങ് വളർന്നു പോകുമോ, രേണു സുധി എന്താണ് ചെയ്യുക? അപ്പോഴാണ് ഒരു ഓർഡർ വന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഈ രേണു സുധീന മാർക്ക് കുറഞ്ഞിട്ടൊന്നും വോട്ട് കുറഞ്ഞിട്ടൊന്നും പുറത്താക്കൽ നടക്കൂലടേ. കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ സപ്പോർട്ടാണ് ഈ രേണു സുധിക്ക്, ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാം, ഈ രേണു സുധി പലപ്പോഴും പോയിട്ട് ക്യാമറയുടെ അടുത്ത് പോയിട്ട് എനിക്ക് മക്കളെ കാണണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇട്ടോക്കിയാൽ ഒരു നമ്പർ, അതായത് രേണു സുധി മക്കളെ കാണാൻ പോകണോ, അങ്ങനെ ലാലേട്ടനെ വിളിക്കുന്നു, ലാലേട്ട ഇന്ന് പോലെ ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴേ പിന്നെ രേണു സുധി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഔട്ടാക്കാം. അങ്ങനെയുള്ള തരത്തിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നു, രേണു സുധി പോണെന്ന് പറയുന്നു, അങ്ങനെ വരുന്നു. ഒരു പക്ഷേ രേണു സുധി അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് യുവമാരുടെ ഒരു അടവും നടക്കൂല. കാരണം ഇനി 500 PR-കൾ വന്നു കഴിഞ്ഞാൽ രേണു സുധീനെ തോപ്പിക്കാൻ പറ്റൂല. എന്നേരം ഇവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റും എന്നുള്ളതാണ്. കാരണം മനീഷിനെ പോലെയല്ല രേണു
രേണു സുധി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മത്സരാർത്ഥികളെ പോലെയുമല്ല. അവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ഇവരെ പണിയൊരുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം ഇവർക്കുള്ളത് കൊണ്ട് രേണു സുധിയെ ഇവരങ്ങ് നേരെ അങ്ങ് ഒതുക്കിയിട്ട് നേരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവിടെ രേണു സുധിയെ ലാലേട്ടൻ പറഞ്ഞു വിട്ടു, അത്രയേ ഉള്ളൂ. അത് എന്തിനായിരുന്നു? വോട്ട് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഇവര് കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊന്നും നടക്കില്ല. ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം, അതായത് രേണു സുധിയെ പെട്ടെന്ന് പറഞ്ഞു വിട്ടത് എന്നാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴെനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, രേണു സുധിയെ പിന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് നോക്കി, അവരെ തകർക്കാൻ നോക്കി, അവരുടെ തലയിൽ പേനാണെന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം അവരവിടെ പറഞ്ഞു നോക്കി. അതൊരിക്കലും ഇവരങ്ങനെ പറയരുത് എന്ന് പറയുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് അവരേതൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ ഇതിലൊന്നും രേണു സുധിയോ പ്രേക്ഷകരോ വീഴുന്നില്ല. പിന്നെയും രേണു സുധിക്ക് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ കൂടിക്കൂടി വരികയാണ്. അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയപ്പോഴും രേണു സുധിക്ക് ശത്രുക്കളെല്ലാം കുറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ മിത്രങ്ങളുടെ അളവിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിലാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ, ഞങ്ങൾ പറഞ്ഞു വെച്ച ഒരാളുണ്ട്, അയാൾക്ക് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ PR AR OR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളവരുമായിട്ട് നല്ല കമ്പനിയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഏതോ ലോകത്ത് നിന്ന് ഇത് കാണുന്ന എൻ്റെ പൊന്നു മക്കളെ. പക്ഷെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചയൊക്കെ പറ്റിക്കുമല്ലേ. അതല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട. അല്ലാതെ PR മടിയിൽ പോയിട്ട് ആരെങ്കിലും തലവെച്ചു കൊടുക്കോ? ഇനി PR പറയുന്നവരെ ജയിപ്പിക്കൂല. ഞാൻ അവസാനം വരെ വിചാരിച്ചത് ലാലേട്ടൻ ഒരു ഇത് കൊണ്ടുവരും, അതായത് ഒരു ടിസ്റ്റ് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അവിടെ PR തോക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കാരണം പൈസേൻ്റെ മുകളിലാണ് ഈ ഗെയിം പോകുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മുതൽ വോട്ട് ചോദിക്കാൻ വരെ കഴിയില്ല. അടുത്ത പ്രാവശ്യം എങ്ങനെയാണെന്ന് ഇവർ വോട്ട് ചോദിക്കുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം വോട്ട് ചോദിക്കുമ്പോൾ പറയില്ലേ ആരാണ് പൈസക്കാരി? ആ പൈസക്കാരിക്ക് മാത്രമേ വോട്ട് പോകുള്ളൂ. കാരണം എന്താ, നമ്മളൊന്നും വേറെ ആർക്കും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസക്കാരി ആരാണ്, പൈസ ആരാണ് കൊടുത്തിരിക്കുന്നത്, അവർക്ക് കൂടുതൽ വോട്ട് കിട്ടും, അവർ ജയിക്കുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് കുറേ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി അതാക്കി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ PR-കൾക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. അവിടെ തീർത്തും മണ്ടനായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ തന്നെയാണ്. ആ പൊതുജനങ്ങളെ തന്നെയാണ് ഇവരെല്ലാവരും കൂടി മണ്ടനാക്കിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് എനിക്ക് ഇത്രമാത്രം വിഷമവും വേദനയും വന്നത്. കാരണം പൊതുജനങ്ങളാണ് നമ്മുടെ രാജാവ്, പ്രേക്ഷകരാണ് നമ്മുടെ രാജാവ്. ആ പ്രേക്ഷകരില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളുമില്ല, ഒരു ഷോയുമില്ല. അങ്ങനെ പ്രേക്ഷകർക്ക് പുല്ലുവില നൽകിക്കൊണ്ട് ഒരുത്ത പച്ചയ്ക്ക് പറയുകയാണ്. നിങ്ങൾ കണ്ടതല്ലേ, അതായത് അനുമോള് തന്നത് എനിക്ക് ഇത്ര കാശാന്ന്. അതിൻ്റെ ഉള്ളിൽ അനുമോൾ എന്താ പറയുന്നത്, ഞാൻ 50,000 രൂപ കൊടുത്ത് ഇനി 50 കൂടി കൊടുക്കാനുണ്ട് എന്നാണ് അനുമോള് പറയുന്നത്. അവര് പറയുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് വെളിയിൽ വന്നിട്ട് ഞാൻ 15 ലക്ഷം കൊടുക്കാണ്ടെന്ന് പറയില്ല. കാരണം അനുമോൾക്ക് ഇനി അവിടെ പോയിട്ട് വില പേശേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് രേണു സുധിയെ അവിടെ നിന്ന് ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ചാണക്യ ബുദ്ധി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.